ഹായ് വെൽക്കം ബാക്ക് ടു JM ലേൺ സെൻറ്റർ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ രസകരമായിട്ടുള്ള ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്നൊരു സ്റ്റോറിയാണ്. വളരെ രസകരമായിട്ടുള്ള സ്റ്റോറിയാണ്. സോ നമുക്ക് പരിചയപ്പെടാം. ദ ടൈറ്റിൽ ഇറ്റ് ഈസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. എന്താ അതിൻ്റെ മീനിങ്? ദ ടൈറ്റിൽ ഈസ് ദ സ്നേക്ക് ആൻഡ് ദ മിറർ. എന്താണ് ഇത് ടൈറ്റിലിൻ്റെ മീനിങ്? ഒരു പാമ്പും കണ്ണാടിയും അല്ലേ, എല്ലാവർക്കും അറിയാം. ദ സ്നേക്ക് ആൻഡ് ദ മിറർ. യെസ്, നമുക്ക് പാരഗ്രാഫുകളിലൂടെ പോയി നോക്കാം. ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഓൾ ഓഫ് us fell silent. The question came from the homeopath. The topic came up when we were discussing snakes. We listened attentively as the doctor continued with the tale. എന്താ പറയുന്നത്? ഈ സ്റ്റോറി തുടങ്ങുന്നത് തന്നെ ഒരു ചോദ്യവുമായിട്ടാണ് അല്ലേ. എന്താണ് ആ ചോദ്യം? ഹാസ് എ സ്നേക്ക് എവർ കോയിൽഡ് ഇറ്റ് സെൽഫ് റൗണ്ട് എനി പാർട്ട് ഓഫ് യുവർ ബോഡി? എ ഫുൾ ബ്ലഡഡ് കോബ്ര? ഒരു നല്ലൊരു വലിയൊരു മൂർഖൻ പാമ്പ്. ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു പാമ്പ് ചുറ്റിയിട്ടുണ്ടോ? എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ ഒരു അതിഭീകരമായ ഒരു മൂർഖൻ പാമ്പ്. All of us fell silent. ഞങ്ങളെല്ലാവരും നിശബ്ദരായി. ദ ക്വസ്റ്റ്യൻ കെയിം ഫ്രം ദ ഹോമിയോപാത്ത്. എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നത്? ഒരു ഹോമിയോപ്പതിക് ഡോക്ടറിൽ നിന്നുമാണ് ഈ ചോദ്യം വന്നത്. ദ ടോപ്പിക് കെയിം അപ്പ് വെൻ വി വർ ഡിസ്കസിങ് സ്നേക്സ്. ഈ ടോപ്പിക്ക് വരാൻ തന്നെ കാരണം, അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ സ്നേക്സിനെ കുറിച്ച്, പാമ്പുകളെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്താണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നത്. വി ലിസൺഡ് അറ്റൻറ്റീവ്ലി ആസ് ദ ഡോക്ടർ കണ്ടിന്യൂഡ് വിത്ത് ദ ടെയിൽ. ടെയിൽ എന്ന് പറഞ്ഞാൽ കഥ അല്ലേ. അപ്പോൾ ഞങ്ങൾ ഈ ഡോക്ടർ ഈ കഥ പറയാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ വളരെ അറ്റൻറ്റീവ്ലി, വളരെ ശ്രദ്ധയോടെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്തായിരുന്നു ആ സ്റ്റോറി നോക്കാം. It was a hot summer night about 10 o'clock. I had my meal at the restaurant and returned to my room. I heard a noise from above as I opened the door. The sound was a familiar one. One could say that rats I shared the room. I took out my box of matches and lighted the kerosene lamp on the table. It was a hot summer night about 10 o'clock. എന്തായിരുന്നു? അതൊരു വേനൽക്കാലത്തെ ഒരു രാത്രിയായിരുന്നു, ചൂടുള്ളൊരു ദിവസം, രാത്രി 10 മണി സമയം. ഐ ഹാഡ് മൈ മീൽ അറ്റ് ദ റെസ്റ്റോറൻറ്റ് ആൻഡ് റിട്ടേൺ ടു മൈ റൂം. ഞാൻ റെസ്റ്റോറൻറ്റിൽ നിന്നും ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് തിരിച്ചു. ഐ ഹേർഡ് എ നോയ്സ് ഫ്രം എബോവ് ആസ് ഐ ഓപ്പൺ ദ ഡോർ. ഞാനൊരു നോയ്സ് അല്ലെ, ശബ്ദം കേട്ടു. എപ്പോൾ? ആസ് ഐ ഓപ്പൺ ദ ഡോർ, ഞാൻ വാതിൽ തുറന്നപ്പോൾ ഞാനൊരു ശബ്ദം കേട്ടു. ദ സൗണ്ട്, എന്തായിരുന്നു ആ സൗണ്ട്? ദ സൗണ്ട് വാസ് എ ഫെമിലിയർ വൺ. ആ സൗണ്ട് എനിക്ക് എപ്പോഴും പരിചിതമായിട്ടുള്ള സൗണ്ട് തന്നെയാണ്, ശബ്ദം തന്നെയാണ്. എന്തായിരുന്നു? വൺ കുഡ് സേ ദാറ്റ് റാറ്റ്സ് ആൻഡ് ഐ ഷെയർ ദ റൂം. എന്തിൻ്റെ സൗണ്ട് ആയിരുന്നു? ഞാനുമായിട്ട് റൂം ഷെയർ ചെയ്തിട്ടുള്ള കുറേ റാറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ എലികൾ ഉണ്ടായിരുന്നു ആ റൂമിൽ, അവയുടെ സൗണ്ടാണ്. I took out my box of matches, തീപ്പെട്ടി, and lighted the kerosene lamp on the table. ആ ടേബിളിൽ ഇരിക്കുന്ന ആ മണ്ണെണ്ണ വിളക്ക് ഞാൻ കത്തിച്ചു. The house was not electrified. It was a small rented room. I had just set up medical practice and my earnings were meagre. I had about 60 rupees in my suitcase. Along with some shirts and dhotis, I also possessed one solitary black coat which I was then wearing. ദ ഹൗസ് വാസ് നോട്ട് ഇലക്ട്രിഫൈഡ്. കെറോസിൻ ലാമ്പ് കത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത് വൈദ്യുതീകരിക്കപ്പെടാത്തൊരു വീടായിരുന്നു, കറണ്ടില്ലായിരുന്നു. ഇറ്റ് വാസ് എ സ്മോൾ റെന്റഡ് റൂം. ഇത് ഇദ്ദേഹത്തിന് സ്വന്തമാണോ? അല്ല, റെന്റഡ് റൂമാണ്, വാടകയ്ക്ക് എടുത്തൊരു റൂമാണ്, ചെറിയ വാടക റൂമായിരുന്നു. ഐ ഹാഡ് ജസ്റ്റ് സെറ്റ് അപ്പ് മെഡിക്കൽ പ്രാക്ടീസ് ആൻഡ് മൈ ഏർണിങ്സ് വേർ മേഗ്രെ. ഞാൻ എൻ്റെ മെഡിക്കൽ പ്രാക്ടീസ് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ എന്തായിരുന്നു? മൈ ഏർണിങ്സ്, എൻ്റെ സമ്പാദ്യം, വേർ മേഗ്രെ, വളരെ തുച്ഛമായിട്ടുള്ള സമ്പാദ്യമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. ഐ ഹാഡ് എബൌട്ട് 60 rupees ഇൻ മൈ സ്യൂട്ട് കേസ്. എൻ്റെ സ്യൂട്ട് കേസിൽ എത്ര ഉണ്ടായിരുന്നുള്ളൂ? ഏകദേശം ഒരു 60 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്. പിന്നെ എന്തൊക്കെയുണ്ട് ഇയാൾക്ക്? ഈ 60 രൂപ കൂടാതെ വേറെ എന്തൊക്കെയാണുള്ളത്? എലോങ് വിത്ത് സം ഷർട്ട്സ് ആൻഡ് ധോത്തീസ്, കുറച്ച് ഷർട്ട്സ് ഉണ്ട്, കുറച്ച് മുണ്ടുകളുണ്ട്. ഐ ആൾസോ പോസസ്ഡ് വൺ സോളിറ്ററി ബ്ലാക്ക് കോട്ട് വിച്ച് ഐ വാസ് ദെൻ വിയറിങ്. ഞാൻ ധരിക്കാറുള്ള ഒരു
ഏകമായിട്ടുള്ളൊരു ബ്ലാക്ക് കോട്ടും, ഒറ്റ ബ്ലാക്ക് കോട്ടും അവിടെ അതുമാത്രമേ എൻ്റെ സമ്പാദ്യമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. I took off my black coat, white shirt and not so white vest and hung them up. I opened the two windows in the room. It was an outer room with one wall facing the open yard. It was an outer room with one wall facing the open yard. It had a tiled roof with long supporting gables that rested on the beam over the wall. There was no ceiling. There was a regular traffic of rats to and from the beam. I made up my bed and pulled it close to the wall. I lay down, but I could not sleep. I got up and went out to the veranda for a little air, but the wind god seemed to have taken time off. ഇത് ചെറിയൊരു പാരഗ്രാഫാണ്. ഈ സൈഡിൽ പിക്ചർ കൊടുത്തുകൊണ്ട് കുറച്ച് വലുതായിട്ട് തോന്നുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. I took off my black coat, white shirt and not so white vest and hung them up. I took off my black coat, white shirt and not so white vest and hung them up. ഞാൻ എന്തൊക്കെ ഊരി വെച്ചു? എൻ്റെ ബ്ലാക്ക് കോട്ട്, പിന്നെ ഒരു വൈറ്റ് ഷർട്ട് ഉണ്ടായിരുന്നു, ആൻഡ് ആൾസോ ഒരു വെസ്റ്റും അല്ലേ, ഒരു ഇന്നർ എന്തായിരുന്നു അത് നോട്ട് സോ വൈറ്റ്, അത്ര വൈറ്റ് അല്ലാത്തൊരു വെസ്റ്റ് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ തൂക്കിയിട്ടു. ഐ ഓപ്പൺ ദ ടു വിൻഡോസ് ഇൻ ദ റൂം അല്ലേ, ഞാൻ ഭക്ഷണം കഴിച്ച റൂമിലേക്ക് വരികയാണ്. അപ്പോൾ ഞാൻ രണ്ട് വിൻഡോ ഉണ്ട്, രണ്ട് ജനലുകൾ ഉണ്ടായിരുന്നു റൂമിൽ, അത് രണ്ടും ഞാൻ തുറന്നിട്ടു. ഇറ്റ് വാസ് ആൻ ഔട്ടർ റൂം വിത്ത് വൺ വാൾ ഫേസിങ് ദ ഓപ്പൺ യാർഡ്. അതൊരു പുറം സൈഡിലുള്ള ഒരു റൂമായിരുന്നു. അതിൻ്റെ ഒരു വാൾ എങ്ങോട്ടായിരുന്നു ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു വാൾ കഴിഞ്ഞാൽ മറ്റു ഭാഗത്തുണ്ടായിരുന്നത് മുറ്റമായിരുന്നു. It had a tiled roof with long supporting gables that rested on the beam over the wall. അത് എൻ്റെ റൂം അത് ഓടിട്ടതായിരുന്നു. അതിൻ്റെ ആ ഒരു മേൽക്കൂരയിൽ എന്തുണ്ടായിരുന്നു? ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു ഗാബിൾസ് ട്രയാങ്കിൾ ഷേപ്പിലുള്ള ആ ഒരു ബീം, ഒരു മേൽക്കൂരയായിരുന്നു അതിന് ഉണ്ടായിരുന്നത്. There was no ceiling. സീലിംഗ് ഇല്ലായിരുന്നു. There was a regular traffic of rats to and from the beam. അതുകൊണ്ട് തന്നെ അവിടെ എന്തായിരുന്നു? റെഗുലർ ട്രാഫിക്, അഥവാ എപ്പോഴും എലികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാറുണ്ടായിരുന്നു. I made my bed and pulled it close to the wall. ഞാൻ എൻ്റെ ബെഡ് ഒക്കെ നന്നാക്കി വിരിച്ചിട്ടു, എന്നിട്ട് അത് ചുമരിനോട് ചേർത്തിട്ടു. ഐ ലേ ഡൗൺ ബട്ട് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. എന്നിട്ട് ഞാൻ കിടന്നു, പക്ഷേ എനിക്ക് ഉറക്കം വന്നില്ല. ഐ ഗോട്ട് അപ്പ് ആൻഡ് വെൻറ്റ് ഔട്ട് ടു ദ വെരാന്ത ഫോർ എ ലിറ്റിൽ എയർ. അപ്പം ഞാൻ വീണ്ടും എണീറ്റിട്ട് കുറച്ച് സമയം നല്ല വായു ലഭിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തിറങ്ങി. ബട്ട് ദ വിൻഡ് ഗോഡ് സീംഡ് ടു ഹാവ് ടേക്കൺ ടൈം ഓഫ്. എന്താണ്? അത്ര വലിയ കാറ്റൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു. I went back into the room and sat down on the chair. I opened the box beneath the table and took out a book, the Materia Medica. I opened it at the table on which stood the lamp and a large mirror. A small comb lay beside the mirror. അപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല അല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് വരാന്തയിൽ പോയി ഇരുന്നപ്പോൾ എന്തായി? എല്ലാവിടെയും വലിയ കാറ്റൊന്നുമില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു? I went back into the room. ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നു. ആൻഡ് സാറ്റ് ഡൗൺ ഓൺ ദ ചെയർ. ഈ ടേബിളും ചെയറുണ്ടായിരുന്നു റൂമിൽ അല്ലേ, നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ കാണാൻ പറ്റും അദ്ദേഹം ഇരിക്കുന്നത്. ദെൻ ഐ ഓപ്പൺ ദ ബോക്സ് ബിനീത്ത് ദ ടേബിൾ ആൻഡ് ടുക്ക് ഔട്ട് എ ബുക്ക്. ഞാൻ ആ ടേബിളിന് താഴെ ഒരു ബോക്സ് ഉണ്ടായിരുന്നു. ആ ബോക്സ് എടുത്തിട്ട് അതിൽ നിന്നൊരു ബുക്ക് എടുത്തു. എന്തായിരുന്നു ആ ബുക്കിൻ്റെ പേര്? ദ മെറ്റീരിയ മെഡിക്ക, ഈ പേരിലുള്ളൊരു ബുക്ക് എടുത്തു. ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ് ആൻഡ് എ ലാർജ് മിറർ. എ സ്മോൾ കോം ലേ ബിസൈഡ് ദ മിറർ. എന്തൊക്കെ ഉണ്ടായിരുന്നു? ഐ ഓപ്പൺഡ് ഇറ്റ് അറ്റ് ദ ടേബിൾ. ഞാൻ ടേബിളിൽ വെച്ചിട്ട് ബുക്ക് തുറന്നപ്പോൾ ആ ടേബിളിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓൺ വിച്ച് സ്റ്റുഡ് ദ ലാമ്പ്. എവിടെയായിരുന്നു? ആ ടേബിളിലായിരുന്നു എന്തുണ്ടായിരുന്നത്? ഞാൻ നേരത്തെ ഒരു കെറോസിൻ ലാമ്പ് കത്തിച്ച് വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ലാമ്പ് ഉണ്ട്. പിന്നെ എന്തൊക്കെയുണ്ട്? ആൻഡ് എ ലാർജ് മിറർ, വലിയ കണ്ണാടി ഉണ്ട്. എ സ്മോൾ കോംബ്, ഒരു ചെറിയ ചീപ്പുണ്ട്, മുടിയൊക്കെ ചെയ്യുന്ന ചീപ്പുണ്ട്. ലേ ബിസൈഡ് ദ മിറർ, മിററിൻ്റെ സൈഡിലായിട്ട്. ഇത്രയും മനസ്സിലായല്ലോ. One feels tempted to look into a mirror when it is near. I took a look. In those days, I was a great admirer of beauty and I believed in making myself look handsome. I was unmarried and was a doctor. I felt I had to make my presence felt. I picked up the comb and ran it through
I picked up the comb and ran it through my hair and adjusted the parting so that it looked straight and neat. Again, I heard that sound from above. One feels tempted to look into a mirror when it is near. അല്ലേ, ഞാൻ ആ മിററിൻ്റെ അടുത്ത് ഇരിക്കുന്നതായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ആ മിററിലേക്ക് നോക്കാനൊരു പ്രേരണ വന്നു. ഇൻ ദോസ് ഡേയ്സ് ഐ വാസ് എ ഗ്രേറ്റ് അഡ്മിറർ ഓഫ് ബ്യൂട്ടി. ആ സമയങ്ങളിൽ ഞാൻ എന്തായിരുന്നു, ഒരു എന്താ പറയുക, സൗന്ദര്യത്തിൻ്റെ ഒരു ആരാധകനായി മാറിയിരുന്നു. ആൻഡ് ഐ ബിലീവ്ഡ് ഇൻ മേക്കിംഗ് മൈ സെൽഫ് ലുക്ക് ഹാൻസം. ഞാൻ എന്തുകൂടെ എനിക്കൊരു വിശ്വാസം കൊണ്ടായിരുന്നു എന്ത്, എന്നെ കാണാൻ അത്യാവശ്യം ഹാൻസം മീൻസ് ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല എന്നെ കാണാൻ സുന്ദരനാണ് എന്നൊരു ചിന്ത കൂടി ഉണ്ടായിരുന്നു അല്ലേ, അങ്ങനെ വിശ്വാസവും എനിക്കുണ്ടായിരുന്നു. ഐ വാസ് അൺമാരീഡ്, ഞാൻ അവിവാഹിതനാണ്. ആൻഡ് വാസ് എ ഡോക്ടർ, പിന്നെ എന്തുകൂടിയാണ്, ഞാനൊരു ഡോക്ടറും കൂടിയാണ്. ഐ ഫെൽറ്റ് ഐ ഹാഡ് ടു മേക്ക് മൈ പ്രസൻസ് ഫെൽറ്റ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസൻസ് കുറച്ച് നന്നാക്കാൻ തീരുമാനിച്ചു. ഐ പിക്ഡ് അപ്പ് ദ കോംബ് ആൻഡ് റാൻ ഇറ്റ് ത്രൂ മൈ ഹെയർ ആൻഡ് അഡ്ജസ്റ്റഡ് ദ പാർട്ടിങ്. ഞാൻ എന്ത് ചെയ്തു, ആ കണ്ണാടിക്ക് സൈഡിലുള്ള ആ ചീപ്പ് എടുത്തിട്ട് ഞാൻ എൻ്റെ മുടിയൊക്കെ ഒന്ന് നന്നാക്കി. സോ ദാറ്റ് ഇറ്റ് ലുക്ക്ഡ് സ്ട്രൈറ്റ് ആൻഡ് നീറ്റ്. ഇപ്പോൾ എന്തുണ്ട്, എന്നാലും എൻ്റെ ഹെയറൊക്കെ നല്ല സ്ട്രൈറ്റ് ആണ്, നീറ്റാണ്. എഗെയിൻ ഐ ഹേർഡ് ദാറ്റ് സൗണ്ട് ഫ്രം എബോ. വീണ്ടും ഞാൻ ആ നേരത്തെ കേട്ട സൗണ്ട് മുകളിൽ നിന്നും കേട്ടു. I took a close look at my face in the mirror. I made an important decision. I would shave daily and grow a thin mustache to look more handsome. I was, after all, a bachelor and a doctor. I took a close look at my face in the mirror. ഞാൻ ആ മിററിൽ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഐ മെയ്ഡ് ആൻ ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ. അങ്ങനെ ഞാനൊരു പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. എന്ത്, ഐ വുഡ് ഷേവ് ഡെയിലി. ഞാൻ ഡെയിലി ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മസ്റ്റാഷ് ടു ലുക്ക് മോർ ഹാൻസം. ഞാൻ ഓൾറെഡി ഹാൻസം ആണല്ലോ, സുന്ദരനാണല്ലോ, പക്ഷെ ഒന്നുകൂടെ ഹാൻസമായി മാറാൻ വേണ്ടി ഞാൻ ചെറിയൊരു മീശയും കൂടെ എൻ്റെ മുഖത്ത് വളർത്തും. ഐ വാസ്, ആഫ്റ്റർ ഓൾ, എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ. ഞാൻ എന്താണ്, ഒരു ബാച്ചിലറാണ്, പോരാത്ത ഞാൻ ഡോക്ടറും കൂടെയാണ്. അപ്പോൾ എന്ത് വേണം, എനിക്ക് ഡെയിലി ഷേവ് ചെയ്യാൻ വേണം, പിന്നെ ചെറിയൊരു മീശയും കൂടെ വളർത്താം എന്ന് തീരുമാനിച്ചു. I looked into the mirror and smiled. It was an attractive smile. I looked into the mirror and smiled. It was an attractive smile. I made another earth-shaking decision. I would always keep that attractive smile on my face to look more handsome. I was, after all, a bachelor and a doctor, too, on top of it. I looked into the mirror and smiled. ഞാൻ ആ കണ്ണാടിയിലേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഇറ്റ് വാസ് ആൻ അട്രാക്റ്റീവ് സ്മൈൽ. അതെന്തായിരുന്നു, ഒരു ആകർഷകമായിട്ടുള്ളൊരു പുഞ്ചിരിയായിരുന്നു. ഐ മെയ്ഡ് അനദർ എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ. ഞാൻ വീണ്ടും മറ്റൊരു തീരുമാനം ഞാൻ എടുത്തു. ഐ വുഡ് ഓൾവേസ് കീപ് ദാറ്റ് അട്രാക്റ്റീവ് സ്മൈൽ ഓൺ മൈ ഫേസ്. ഞാൻ എൻ്റെ മുഖത്ത് എപ്പോഴും ഈ ഒരു അട്രാക്റ്റീവ് സ്മൈൽ, ഈ ഒരു ആകർഷകമായിട്ടുള്ള ഈ പുഞ്ചിരി ഞാൻ എപ്പോഴും സൂക്ഷിക്കും. അഥവാ എപ്പോഴും എൻ്റെ മുഖത്ത് ഈ ഒരു പുഞ്ചിരി ഉണ്ടായിരിക്കും. ടു ലുക്ക് മോർ ഹാൻസം. എന്തിനാണിത്, ടു ലുക്ക് മോർ ഹാൻസം, ഇതെന്തിനാണ്, ഒന്നുകൂടെ സുന്ദരനായിട്ട് തോന്നാൻ, ഒന്നുകൂടെ ഹാൻസം ആയിട്ട് തോന്നാൻ. ഐ വാസ്, ആഫ്റ്റർ ഓൾ, എ ബാച്ചിലർ ആൻഡ് എ ഡോക്ടർ, ടു ഓൺ ടോപ്പ് ഓഫ് ഇറ്റ്. ഞാൻ എന്താണ്, ഞാനൊരു ബാച്ചിലറാണ്, പോരാത്ത അതിനൊക്കെ മേലെ ഞാനൊരു ഡോക്ടറും കൂടിയാണ്. അഗെയിൻ കെയിം ദാറ്റ് നോയ്സ് ഫ്രം എബോവ്. വീണ്ടും ആ ഒരു സൗണ്ട് മുകളിൽ നിന്നും കേട്ടു. I got up, lit a beedi and placed up and down the room. I got up, lit a beedi and paced up and down the room. Then another lovely thought struck me. I would marry. I would get married to a woman doctor I would get married to a woman doctor who had plenty of money and a good medical practice. She had to be fat for a valid reason. If I made some silly mistake and needed to run away, she should not be able to run after me and catch me. I got up. ഞാൻ എണീറ്റു. lit a beedi and paced up and down the room. ഞാനൊരു ബീഡി കത്തിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. Then another lovely thought struck me. വീണ്ടും മറ്റൊരു നല്ലൊരു ചിന്ത എന്നിലേക്ക് വന്നു. അതെന്തായിരുന്നു, I would marry. ഞാൻ കല്യാണം കഴിക്കണം.
I would get married to a woman doctor who had plenty of money and good medical practice. ഞാൻ ആരെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്? ഒരു വുമൻ ഡോക്ടറെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. അവർക്ക് എന്തുകൂടെ വേണം? ഹു ഹാഡ് പ്ലെൻറ്റി ഓഫ് മണി, ഒരു പണക്കാരിയായിട്ടുള്ള ഡോക്ടറായിരിക്കണം. പോരാത്തതിന് ഗുഡ് മെഡിക്കൽ പ്രാക്ടീസ്, നല്ല മെഡിക്കൽ പ്രാക്ടീസ് ഉള്ള ഒരു ആൾ കൂടെ ആയിരിക്കണം. ഷീ ഹാഡ് ടു ബി ഫാറ്റ്, അവർ എന്തായിരിക്കണം? ഫാറ്റ് മീൻസ് തടിച്ചിട്ടായിരിക്കണം. എന്തിനാണ്? ഫോർ എ വാലിഡ് റീസൺ, അതിനൊരു കാരണവുമുണ്ട്. എന്താണ് ആ റീസൺ? ഇഫ് ഐ മേഡ് സം സില്ലി മിസ്റ്റേക്ക് ആൻഡ് നീഡഡ് ടു റൺ അവേ, അഥവാ എനിക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ട് എനിക്ക് ഓടിപ്പോകേണ്ട ഒരു അവസരം വരികയാണെങ്കിൽ എന്തായിരിക്കണം? ഷീ ഷുഡ് നോട്ട് ബി ഏബിൾ ടു റൺ ആഫ്റ്റർ മീ ആൻഡ് ക്യാച്ച് മീ. അവൾക്ക് ഒരിക്കലും എന്നെ പിന്തുടർന്ന്, എൻ്റെ പിന്നാലെ ഓടി എന്നെ പിന്തുടർന്ന് എന്നെ ക്യാച്ച് ചെയ്യാൻ, എന്നെ പിടിക്കാൻ കഴിയരുത്. ഇതിനാണ് എൻ്റെ വൈഫ് ഫാറ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ബഷീർ ഇവിടെ ഇത് രസകരമായിട്ട് ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് പാരഗ്രാഫ്. With such thoughts in my mind, I resumed my seat in the chair in front of the table. There were no more sounds from above. Suddenly there came a dull thud as if a rubber tube had fallen to the ground. Surely nothing to worry about. Even so, I thought I would turn around and take a look. No sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. The snake's landing on me and my turning were simultaneous. എന്താ പറഞ്ഞത്? ഇവിടെയാണ് ആ സ്റ്റോറി സ്നേക്കിലേക്ക് എത്തിച്ചേരുന്നത്. With such thoughts in my mind, I resumed my seat in the chair in front of the table. അങ്ങനത്തെ ഓരോ ചിന്തകളുമായിട്ട്, ചിന്തകൾ, ഇങ്ങനെ ഓരോ ചിന്തകളുമായിട്ട് ഞാൻ എന്ത് ചെയ്തു? ആ ടേബിളിന് മുന്നിലുള്ള ആ ചെയറിലേക്ക് വീണ്ടും എത്തി. വീണ്ടും അവിടെ തന്നെ വന്നു ഇരുന്നു. There were no more sounds from above. ഇടയ്ക്കിടയ്ക്ക് എന്തുണ്ട്? മുകളിൽ നിന്നും ശബ്ദം കേൾക്കുന്നു. പക്ഷേ പിന്നീട് അവിടുന്ന് ശബ്ദമൊന്നും കേട്ടില്ല. സഡൻലി there came a dull thud as if a rubber tube had fallen to the ground. പെട്ടെന്നൊരു സൗണ്ട് കേട്ടു, ഒരു ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേട്ടു. എന്ത്? ഒരു മുകളിൽ നിന്ന് ഒരു റബ്ബർ ട്യൂബൊക്കെ ഇട്ടാലുണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ശബ്ദം കേട്ടു. ഷുവർലി നത്തിങ് ടു വറി ഇട്ട്, എന്താ ഉറപ്പാണ്, ഒന്നും പേടിക്കാനൊന്നുമില്ല. ഈവൻ സോ ഐ തോട്ട് ഐ വുഡ് ടേൺ അറൗണ്ട് ആൻഡ് ടേക്ക് എ ലുക്ക്. എങ്കിലും ഞാൻ കരുതി എന്ത്? ജസ്റ്റ് ഒന്ന് നോക്കാം, ഒന്ന് പുറകിലേക്കൊന്ന് നോക്കാം എന്ന് വിചാരിച്ച ആ സമയം no sooner had I turned than a fat snake wriggled over the back of the chair and landed on my shoulder. ഞാനിങ്ങനെ തിരിയണം എന്ന് വിചാരിക്കാൻ ആ സമയം കൊണ്ട് എന്തായി? ഒരു ഫാറ്റ് സ്നേക്ക്, ഒരു വലിയ പാമ്പ് ആ ചെയറിൽ ചുറ്റി പിടിച്ചിട്ട് എന്തായി? ലാൻഡഡ് ഓൺ മൈ ഷോൾഡർ, എൻ്റെ ചുമലിൽ ലാൻഡ് ചെയ്തു. ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ ആൻഡ് മൈ ടേണിംഗ് വേർ സൈമുൾട്ടേനിയസ് മീൻസ് ഒരേ സമയം. ഈ രണ്ട് സംഭവം നടക്കുന്ന ഒറ്റ സമയത്താണ്. ഏതൊക്കെ രണ്ട് സംഭവങ്ങൾ? ദ സ്നേക്സ് ലാൻഡിങ് ഓൺ മീ, സ്നേക്ക് എൻ്റെ ഷോൾഡറിൽ ലാൻഡ് ചെയ്യുന്നതും, ആൻഡ് മൈ ടേണിങ്, എന്നെ ഞാൻ തിരിഞ്ഞു നോക്കുന്നതും. അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇയാൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ സ്നേക്കിൻ്റെ മുഖം അല്ലേ, സ്നേക്കും ഇയാളുടെ ഫേസും രണ്ടും ഏകദേശം അത്ര അടുത്തായിരിക്കും. ഈ രണ്ട് സംഭവം സിമുൾട്ടേനിയസ് തന്നെ ഒരേ സമയമാണ് നടന്നത്. സോ നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കിയാലോ? The first question, what was the topic that came up for discussion between the doctor and his friends? ഡോക്ടറും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സും ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അവർക്കിടയിലേക്ക് വന്ന ടോപ്പിക് എന്തായിരുന്നു? യെസ്, ഇറ്റ് വാസ് ദ ടോപ്പിക് ഓഫ് എ സ്നേക്ക്. ഓക്കെ, വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ എ ഫുൾ ബ്ലഡഡ് കോബ്ര സജസ്റ്റ്? എ ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ അതെന്ത് എക്സ്പ്രഷൻ ആയിരിക്കണം? മീൻസ് എ ബിഗ് കോബ്ര ഓർ എ ഫാറ്റ് കോബ്ര ഓർ എന്ത് പറയാം? Second question is, what does the expression a full blooded cobra suggest? ഒരു ഫുൾ ബ്ലഡഡ് കോബ്ര എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് അത് പറയുന്നത് എന്നാണ്. ദാറ്റ് മീൻസ് എ ഫാറ്റ് കോബ്ര ഓർ എ ബിഗ് കോബ്ര, അല്ലെങ്കിൽ നമുക്ക് പറയാം എ ഡെഡ്ലി കോബ്ര എന്നൊക്കെ പറയാം അല്ലേ. മൂർഖൻ പാമ്പാണ്, അത്രയും ഒരു എന്താ പറയുക, കുറച്ച് മെലിഞ്ഞിട്ട് അങ്ങനെ നോർമലായിട്ടുള്ളതല്ല, കുറച്ച് അത്യാവശ്യം ഒരു ഭീകരമായിട്ടുള്ളൊരു
പാമ്പ്. The sound was a familiar one. The third question. The sound was a familiar one. What was the sound? ആ സൗണ്ട് എനിക്ക് പരിചിതമായിരുന്നു. What was the sound? എന്തായിരുന്നു സൗണ്ട്? Yes. The sound was a familiar one. One could say that rats and I shared the room.